സുഹൃത്തുക്കളെ നമസ്കാരം. എല്ലാവരും സമ്മതിദാന അവകാശം ഉപയോഗിക്കാൻ പോളിംഗ് ബൂത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പാണ് ഞാൻ ഈ എപ്പിസോഡ് അവതരിപ്പിക്കുന്നത്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നതിനും 10 വർഷം മുൻപേ അത്തരത്തിലൊരു വോട്ടിംഗ് മെഷീൻ രൂപകൽപ്പന ചെയ്ത ഒരു ശാസ്ത്ര പ്രതിഭ, ഒരു കേരളീയൻ, ഒരു തൃശ്ശൂർക്കാരൻ, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് 68 ബാച്ച് ഇലക്ട്രിക്കലിൽ കടന്നുപോയ ശ്രീ TVK നമ്പീശനെ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ നേട്ടത്തിൽ അഭിമാനപൂരിതരായ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ടെക്കോസ എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ അദ്ദേഹത്തിന് ഒരു സ്നേഹ ഉപഹാരം സമ്മാനിക്കുകയുണ്ടായി. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇതിന് പുറകെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത്, പ്രത്യേകിച്ച് യുവജനങ്ങൾ, ആര് ജയിക്കുന്നു, ആര് അധികാരത്തിൽ വരുന്നു എന്നതിനേക്കാളേറെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ജയസാധ്യതകളോ പരാജയ സാധ്യതകളോ, അതിൽ കൃത്രിമം കാണിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ളതാണ്. ഇക്കാര്യം ശ്രീമൻ നമ്പീശനുമായി ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എൻ്റെ കയ്യിൽ തരാമെങ്കിൽ ഞാൻ അത് കണ്ടുപിടിച്ചതിന് മറുപടി പറയാമെന്നാണ്. ഇനി കൂടുതലായിട്ട് ഈ യോഗത്തിന്റെ നടപടികളിലേക്ക് കിടക്കാം. എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ സ്ഥിരം നമ്മൾ മീറ്റിങ്ങൊക്കെ കാണാറുണ്ട്. അത് ഇത്ര വലിയ പുലിയാണെന്ന് പിന്നീട് മനസ്സിലായിട്ടുള്ള കാരണം പറവൂർ ഇലക്ഷന് ആദ്യത്തെ പ്രാവശ്യം വോട്ടിംഗ് മെഷീനൊക്കെ കയറിയപ്പോൾ അന്ന് കോടതി കേസും പ്രശ്നങ്ങളും വളരെയധികം വിവാദമായ ഒരു സംഗതിയായിരുന്നു അത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോൾ അതിന്റെ പിന്നിൽ നേരത്തെ കുറെ ഒരു ടെക്നോളജി ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് പിന്നെയാണ് മനസ്സിലായി. എന്തായാലും നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ കോളേജിൽ നിന്ന് പ്രഗത്ഭന്മാർ വരട്ടെ, വന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും വരണം. എന്തായാലും അങ്ങനെ ഒന്നിവിടെ സ്വീകരിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ടെക്കോസ കുടുംബം ഇങ്ങനെ ഒരു പൂർണ്ണതയിൽ എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴത്തെ പ്രിൻസിപ്പാള് മുമ്പ് പ്രൊഫസർമാരായിരുന്നവർ ശരി പ്രിൻസിപ്പൽ വരുന്നതുകൊണ്ടല്ലേ മാത്യു സാർ വളരെ സീനിയറായിട്ടുള്ള നിങ്ങളെ പഠിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ കുടുംബ ഇതിനെ കുറിച്ച് പറയുമ്പോഴേ, ഈ താമരത്തിരുത്തി കുടുംബം തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ്. പിന്നെ ഇതിലൊക്കെ എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്പീശിന്റെ അമ്മയ്ക്ക് വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ശ്രീദേവി ചേച്ചിനെ എന്തായാലും കൊണ്ടുവന്നേ പറ്റുള്ളൂ. കാരണം ഇങ്ങേര് പല സ്ഥലത്തും വരും, പല വേദികളിലും വരുന്നുണ്ട്. പക്ഷെ മാഡത്തിനെ പുറത്തേക്ക് ഇറക്കാറില്ലേ. അതിന്റെ റീസൺ പറയാൻ അമ്മയുടെ അടുത്ത് ആളില്ലാന്നാ. അമ്മയ്ക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പുസ്തകം എൻ്റെ അടുത്ത് കൊണ്ടുള്ള പുസ്തകങ്ങൾ മുഴുവൻ അമ്മയും വായിക്കും, നമ്പീശനും വായിക്കും, ശ്രീജി വായിച്ചിട്ടാണ് പുസ്തക വായനകൾ അവിടുത്തെ പ്രധാന കലാപരിപാടി. പിന്നെ പട്ടിണ വളർത്തലും നാട്ടുകാർ, അത് വേറെ ഉണ്ട് കേട്ടോ. അതിപ്പോ ലേറ്റസ്റ്റ് ഉള്ളത് നിങ്ങളെ വലിയൊരു അറിഞ്ഞൊന്നും അറിയില്ല. പട്ടി ഊരി പോയിട്ട് നാട്ടുകാരെ മുഴുവൻ കടിച്ചു, നമ്പീശനെയും കടിച്ചു. ശ്രീദേവി ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞില്ല, പിന്നെ വിരോധമൊന്നും ഇല്ലല്ലോ. അത് നോക്കണം. തിരിക്കറിയില്ല നിങ്ങൾ പോയതിനു അതെന്താ സംഭവിച്ച, പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ സെല്ലിങ്ങനെ അതിന്റെ തലയ്ക്ക് ചവിട്ടി പിടിച്ചു നിന്നു. അപ്പൊ കൊള്ള നീ മാറണ്ടല്ലോ നടത്തുന്നാന്ന് പറഞ്ഞു. അവസാനം പാമ്പ് പടഞ്ഞു മരിച്ചു. കാര്യത്തില് പട്ടി അതങ്ങനെ. ഞങ്ങളുടെ ഒരു മാനോ സാർ ഉണ്ടായിരുന്നു, ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നാമകരണം ചെയ്തിരിക്കണം അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ സാറെങ്ങനെയാന്ന് വെച്ചാൽ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പഠിക്കുന്നവരെ വിളിക്കും, അവല്ലടാ അവിടെ ചോദിക്കും. അതുപോലെ ഞാനിത് കഴിയുമ്പോ പിന്നെ കൃഷ്ണകുമാർ ഉണ്ടോന്ന് ചോദിക്കുന്നത് അമ്മ അകത്തിരുന്ന് കേൾക്കാം. ഇപ്പൊ തന്നെ ഞാൻ വന്നിട്ട് ഞാൻ കഴിഞ്ഞപ്പോ അമ്മ പറയാണ്, ഇവരൊച്ച കേട്ടാ മനസ്സിലാവുമല്ലോ, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല. അപ്പൊ അങ്ങനെ അപ്പൊ അമ്മ വരാന്ന് പറഞ്ഞു. അപ്പൊ കേശവേട്ടന്റെ അമ്മയ്ക്ക് വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അപ്പൊ അവിടെ അമ്മയുടെ അടുത്ത് ആരെങ്കിലും ഇരുത്താം. അപ്പോഴാണ് വളരെ സന്തോഷപൂർവ്വം രാജൻ ജയശ്രീ സിസ്റ്റർ അവിടെ ആക്കിയിട്ടാണ്, രാജനായിട്ടൊരു ബ്രദറല്ലോ. അപ്പൊ അങ്ങനെ ഈ കുടുംബ സമ്മേളനം അല്ലെങ്കിൽ കുടുംബ യോഗം തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ
ടെക്കോസായത് ഉള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇതിൽ അപ്പോൾ ടെക്കോസയിലെ മെമ്പേഴ്സായിട്ടുള്ളവർ തൃശ്ശൂർ കോളേജിൽ പഠിച്ചവരും പഠിപ്പിച്ചവരും ഒക്കെയാണ് ഇതിലത്തെ അറിയാലോ നേരത്തെ. അത് കൂടാതെ നമ്മുടെ ചില അഭ്യുദയകാംക്ഷികളായിട്ടുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അലക്സാണ്ടർ സാർ, അദ്ദേഹത്തിന് സജീവ്, അദ്ദേഹത്തിന് പേര് ഞാൻ പറഞ്ഞു, സുനിൽ സാറൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ നമ്മുടെ എല്ലാ നിൽക്കാമോ വിനീഷിനെ വിളിച്ച് പറഞ്ഞു, വിനീഷ് ഇങ്ങനെ ഒരു സംഗതി അതൊരു സ്റ്റോറി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴാണ് വിനീഷ് വീട്ടിൽ പോയി ഇന്റർവ്യൂ ഒക്കെ നടത്തി. ഇത് പത്രത്തിൽ ഇത് കാണാനില്ല. അപ്പൊ ഞാൻ എങ്ങനെ ചോദിക്കുക ഇനിയിപ്പോ അവർക്ക് വിനീഷ് അയച്ചാലും അവിടെ രാവിലെ ഇരിക്കുന്നവർക്ക് പിടിക്കാണ്ടാണെന്നാണ്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോഴാണ് ഈ കഴിഞ്ഞതിന്റെ മുമ്പത്തെ സൺഡേ പതിപ്പില് ഈ സംഗതി വരുന്നു. അത് വന്നത് ചില്ലറ വരവല്ല വന്നത്, മനോരമ ഓൺലൈൻ ഗ്ലോബൽ പതിപ്പിലൊക്കെ വന്നിട്ട് ഇങ്ങനെ നമ്പീസിന് ഇരിക്കാൻ പാടില്ലാണ്ടായി. ശരിക്കും പറഞ്ഞത് അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല അങ്ങനെ ആൾക്കാർ വിളിക്കുക ഇതൊക്കെ ചെയ്ത്. ഇവിടെ ഇരിക്കുന്നതാണ് നമ്പീസിനെ കണ്ടിട്ടാവും. നമ്മള് സാറന്മാരെ വേണ്ടിക്കലെങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെ അതൊന്ന് അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഈ പ്രതിഭ എവിടെ ആയാലും ഇപ്പോ ഇതൊരു നിയോഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് പിന്നെ ഈ ദിവസം കണ്ടുപിടിക്കാനുള്ള നിശ്ചയിക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് ഇലക്ഷൻ കഴിഞ്ഞാൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പോയി. ഇപ്പൊ എല്ലാവരും ആകാംക്ഷപൂർവ്വം ഇത് അതുപോലെ തന്നെ ഇതിന്റെ അമിഷൻ അന്ന് 72 കണ്ടുപിടിച്ചു. അപ്പൊ പൂരത്തിന് മുമ്പ് പറ്റൂല എലക്ഷന്റെ. അപ്പൊ നാളെ അപ്പൊ ഞാൻ സത്യത്തില് ഇന്ന് ഇവിടുത്തെ പ്രധാന 3 സ്ഥാനാർത്ഥികളെയും ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. അല്ല അതിപ്പോ അപ്പൊ അവരൊന്നും തിരക്ക് മൂലം ഇന്നും നാളെ അവര് നമ്പീസിനോടുള്ള അഭിവാദ്യങ്ങള് പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിപ്പോ അർപ്പിക്കുന്നു. മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന് ഇത് കണ്ടു, വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങേര് അന്ന് ഇലക്ഷനിൽ അന്നും ഇന്നും മുഖ്യമന്ത്രിക്കൊന്നും ചെയ്യാൻ ഇല്ലല്ലോ. അപ്പൊ മുഖ്യമന്ത്രി അച്യുതമേന്റെ ബുദ്ധിയിൽ തോന്നിയത് എന്താ വെച്ചാൽ നമുക്ക് അവിടെ ഇല്ലെങ്കിലും പഞ്ചായത്ത് ഇലക്ഷൻ ഇത് ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞ അന്നത്തെ പഞ്ചായത്ത് മിനിസ്റ്റർ ഖാദർ കുട്ടീനാണ് അദ്ദേഹത്തിന്റെ അടുത്തൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. പിന്നീട് കേന്ദ്ര ഗവൺമെന്റിലെ ആൾക്കാർ അപ്പൊ എനിക്ക് തോന്നുന്നത് അന്ന് ഇലക്ഷൻ കമ്മീഷനെയാണ് സമീപിക്കേണ്ടിയിരുന്നത് തോന്നുന്നു. കാരണം എന്തായാലും അപ്പൊ ഞാൻ പറഞ്ഞത് തമാശകളൊക്കെ വേറെ പറഞ്ഞാലും ഒരു പ്രതിഭ ഇവിടെ ഇങ്ങനെ ആരും അറിയപ്പെടാണ്ട് അങ്ങനെ എന്താ പറയാ മണ്ണിന്റെ അടിയിൽ കിടക്കുക, അത് എപ്പോഴെങ്കിലും ഉയർന്നു വരും. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ ഈ കാണുന്നത്. അതിൽ നിങ്ങളെല്ലാവരും കൂടെ ഞാനും ചേരുന്നു. എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. അറിയില്ല, ആ സമയത്ത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഈ മിഷൻ കൊണ്ടുള്ള പരിപാടി നടത്തില്ല എന്ന് നിയമപരമായ ചില സാങ്കേതിക തടസ്സങ്ങളാണ് ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലേ? നിയമപരമായ ചില സാങ്കേതിക തടസ്സമാണ്. അതെ, അപ്പോ അതാണെന്ന് ഉണ്ടായത്. അപ്പോ ഇതിനേക്കാളൊക്കെ ഉപരി അദ്ദേഹം ഒരു മൊഴിമാറ്റക്കാരൻ കൂടിയാണ്. അതായത് DC ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള അത്ഭുത ദ്വീപ് എന്നുള്ള പുസ്തകത്തിന്റെ മൊഴിമാറ്റി അത്ഭുത ദ്വീപ് എന്നാക്കി തീർത്തത് മിസ്റ്റീരിയസ് ഐലൻഡ് എന്നുള്ള ജൂൺ ഫെർണയുടെ ഒരു പുസ്തകമാണ് അദ്ദേഹം മൊഴിമാറ്റി DC ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോ സകലകല വല്ലവരാണ് നമ്മുടെ നബീശേട്ടൻ എന്ന് പറയുന്നതായിരിക്കും ഉത്തമമെന്ന്. ഇനി ഇതൊക്കെ കേട്ടാൽ മാത്രം പോരല്ലോ, നമുക്ക് അദ്ദേഹത്തിനെ ആദരിക്കണ്ടേ? നമ്മുടെ മനസ്സിനുള്ളിൽ എന്നേ നമ്മൾ ആദരിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും ഒരു ഔദ്യോഗികമായ ഒരു ചടങ്ങിന്റെ ഭാഗമായി നമ്മുടെ പ്രസിഡന്റ് നമ്മുടെ നബീശേട്ടനെ ഒരു പൊന്നാട അണിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകമായി ആദരിക്കുന്നു. ഡോക്ടർ ഷാലി
വെച്ചാൽ ഇപ്പോഴത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അതായത് എനിക്ക് ആകെയുള്ള പരിചയം പുതിയ സിസ്റ്റം എങ്ങനെയാണ് ഇലക്ട്രോണിക് ആയിരിക്കും മുഴുവൻ അതിനെ പറ്റിയിട്ടുള്ള മുഴുവൻ എനിക്ക് അറിയില്ല. ശ്രമിച്ചിട്ടുണ്ട് മറ്റേ കൂടുതൽ ഓർമ്മയുണ്ട്. സംഭവം വെച്ചാൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. എക്സ്ട്രാ മോഡ്യൂൾസ് ആഡ് ചെയ്യാൻ പറ്റുന്നത് എക്സ്ട്രാ മോഡ്യൂൾസ് ആഡ് ചെയ്യും. ഞാൻ ആറ് വെച്ചിട്ടുണ്ടാക്കിയത് അതിൽ എക്സ്ട്രാ മോഡൽസ് 6 10 ആഡ് ചെയ്യാനുള്ള സൗകര്യം വെച്ചിട്ടുണ്ട്. അത് ഒരു യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഇതാവണല്ലോ. നമുക്ക് എല്ലാ ഉണ്ടായിരുന്നു. പക്ഷെ അത് വർക്കൗട്ട് ചെയ്തില്ല എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. പിന്നെ തന്നെ അടുത്ത കാര്യം റെക്കോർഡിംഗ് ഇലക്ട്രോമെക്കാനിക്കൽ കൗണ്ടർ ഞങ്ങളുടെ തന്നെ ഒരു ബാച്ച്മേറ്റ് ആണ് ഇപ്പോഴത്തെ ഇൻഫോ പാർക്കിന്റെ CEO. അദ്ദേഹത്തെ കാണാൻ പോയി. ഒരു ഉദ്ദേശമായിരുന്നു നമുക്ക് പ്ലേസ്മെന്റ് എങ്ങനെ കൂട്ടാം എന്നുള്ളതിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അവർക്ക് അവിടെ നിന്ന് കുറച്ച് കമ്പനികൾ പ്ലേസ്മെന്റിന് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. എന്തുകൊണ്ടാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്പോൾ 50% പോലും ആയിട്ടില്ല പ്ലേസ്മെന്റ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു. അതായത് NIRF റാങ്കിങ് നമ്മുടെ താഴെയാണ്, നേരത്തെ ഉണ്ടായിരുന്നേക്കാളും താഴെ പോയി. അദ്ദേഹം പറഞ്ഞു NIRF ഒക്കെ മാറ്റി നിൽക്കട്ടെ, നിങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു 3 സ്റ്റാർട്ടപ്പ് കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ പിന്നെ കമ്പനികൾ അറിയുന്നത് നിങ്ങളുടെ കോളേജ് സ്റ്റാർട്ടപ്പിന്റെ ഈ കമ്പനികളെ വെച്ചിട്ടാണ് നിങ്ങളുടെ കോളേജ് അറിയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത പ്ലേസ്മെന്റിന് വരാൻ വളരെയധികം കമ്പനികൾ ഉണ്ടാവും. 1972 ഇങ്ങനെയുള്ള ഒരു ഇൻവെൻഷനുമായിട്ട് ഇരുന്ന ആളാണ് ഇന്ന് നമ്മുടെ പ്രധാന അതിഥി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ചർച്ച ചെയ്തു എന്തുകൊണ്ട് പാറ്റന്റിലേക്ക് പോയില്ല, എന്തുകൊണ്ട് അതൊരു പ്രൊഡക്റ്റ് ആയില്ല. പ്രൊഡക്റ്റായി ചെയ്യാൻ പറ്റുന്ന, പേറ്റന്റായി ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻവെൻഷനാണ് ഇവിടെ ഇന്ന് ഈ ചർച്ചയിൽ മാത്രമായി നിൽക്കുന്നത്. സന്തോഷം, ഒരു മാനസികമായിട്ട് സന്തോഷം, നമ്മളെല്ലാവരും അഭിമാനമുണ്ട്. എന്നാലും വ്യവസായം തുടങ്ങുന്നത് ഒരു മോഹം എൻ്റെ ഇപ്പോഴും പോയിട്ടില്ല. പക്ഷേ ഈ 60 കഴിഞ്ഞ പിന്നെ ഒരു വസ്തുത വളരെ ആവശ്യമായിട്ടാണ് നമ്മളൊക്കെ ഈ നാടും നമ്മുടെ സർക്കാരും കാണുന്നത്. അങ്ങനെയല്ല, ഒരു ബാങ്കിൽ പോയാലും 10 രൂപ കടം കിട്ടില്ല, റിസർവ് ചെയ്ത് വെക്കും. 60 കഴിഞ്ഞു പിന്നെ കൊണ്ടുമില്ല, കാരണം എന്നാത് പോകുക പറയുന്നത്. പക്ഷെ ബാങ്കുകാർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, ജസ്റ്റ് നോക്കിയിട്ടല്ല ഇപ്പം വിളിക്കണം. മൂപ്പര് ഞങ്ങളെക്കാളും മുമ്പുള്ള ആൾക്കാരെ പിന്നീട് ആൾക്കാർക്ക് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 60 എന്തിനാ അങ്ങനെ വെച്ചെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സംഗതിയെ കുറിച്ച് യാതൊരു വിധ ധാരണയും ഈ വക കാര്യങ്ങളിൽ ഇല്ല. നമ്മളെപ്പോഴും പറയും, പലപ്പോഴും കാണാറുണ്ട്. അതായത് പ്രായമായി എന്ന് പറയുന്നത് എക്സ്പീരിയൻസിനായിട്ട് വളരെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആ എക്സ്പീരിയൻസ് യൂട്ടിലൈസ് ചെയ്തിട്ട് കാര്യം എനിക്ക് അപ്പോൾ കേശവന് ദേവിയപ്പോഴും സ്കൂളിലേക്ക് പോകുന്നു, രാവിലെ അടി കൂടുന്നു. ഇതൊക്കെയാണ് എൻ്റെ ആദ്യത്തെ ഓർമ്മ. പിന്നെ അത് കൂടെ ഉപനയനം കേശവേട്ടൻ്റെ ഞാൻ കണ്ട ആദ്യത്തെ ഉപനയനം കേശവേട്ടന് ഇവിടെ ഡോക്ടർ TB നമ്പീശിൻ്റെ മകൻ മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെയുമായിരുന്നു. പിന്നീട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മറ്റേതും കൊണ്ട് എൻ്റെ വീട്ടിലാണ് തിരുവനന്തപുരത്ത് വന്നത്. അന്ന് ഇതിനെക്കുറിച്ച് ഞാൻ 10ാം ക്ലാസ് പഠിക്കേണ്ടത്. അന്നാണ് ഈ ഇതൊക്കെ സാധനങ്ങൾ ഞാൻ കാണുന്നത്. ഈ ഷോക്ക് അടിക്കുന്നത് തന്നെ ഇത് വേണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ കേശവന്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ നന്നായിട്ട് നല്ല കൈയക്ഷരം, കത്തുകൾ കാണുമ്പോൾ. പിന്നെ ബുൾബുൾ വായിക്കും. പിന്നെ ചുരാസിയേക്ക് ഫ്ലൂട്ട് വായിക്കുമ്പോൾ തെറ്റുകളുണ്ടെന്ന് കേശവൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കേശവൻ ഓർക്കണമെന്ന് എനിക്കറിയില്ല. അപ്പൊ ആ തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കാറുള്ളൂ. ഇതാണ് കേശവനെ കുറിച്ച്. പിന്നെ മൊത്തത്തിൽ നമ്മൾ എൻ്റെ തലമുറയിലെ ഏറ്റവും ആദ്യത്തെ ആളാണ്. എന്തിനാ സാറേ നിങ്ങളൊക്കെ റിട്ടയർ ആവണമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. നിങ്ങൾക്കൊക്കെ ഒരു 65-70 വയസ്സ് വരെ സർവീസ് ചെയ്തതിന് ശേഷമേ റിട്ടയർ ആവാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. വർഗീസിന് അത് യോജിപ്പുണ്ട്. അതിനുശേഷമാണ് ഞാൻ നമ്മുടെ കഥാപാത്രം കോളേജിൽ വെച്ചിട്ട് ഉള്ള പരിചയമൊന്നും എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല. പക്ഷേ ടെക്പോസ വഴിയാണ്. അപ്പൊ എനിക്ക് ഞാനൊരു സിവിൽ എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് ഇപ്പൊ എവിടെയാണ് കുത്തേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഷോക്ക് അടിക്കേണ്ടത് നമുക്ക് ഞാൻ ഇപ്പോഴും ഒരു ഫ്യൂസ് ചേഞ്ച് ചെയ്യാറില്ല. കാരണം പേടിയാണ് നമുക്ക്. അപ്പൊ അതിനെപ്പറ്റി അറിയില്ല. പിന്നെ സർവീസിലുള്ളപ്പോൾ എനിക്ക് പോസ്റ്റൽ വോട്ടായിരുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും വന്നിരുന്നില്ല.
ഇപ്പൊ റിട്ടയർ ആയിട്ട് വന്നതിന് ശേഷമാണ് ഇപ്പൊ നമ്മൾ ഈ കുത്താൻ തുടങ്ങിയത്. സാർ ഇപ്പൊ 85 വയസ്സ് കഴിഞ്ഞാൽ അപ്പോഴും ഒഴിവാകും സാർ. അത് വീട്ടിലേക്ക് വരും. ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് വോട്ട് ചെയ്യിക്കില്ല. അതൊക്കെ വളരെ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ അവിടെ പോയിട്ട് തന്നെ ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റിയൊന്നും പറയാനില്ല. പക്ഷെ എനിക്ക് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഈ 4 നമ്പീശന്മാരെ വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു ചെറിയൊരു അഭിപ്രായം പറയാണ്. ഏറ്റവും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ സംസാരിക്കാറുള്ളൂ. പിന്നെ അതുപോലെ ഏറ്റവും സോഫ്റ്റ് ഡിമാൻഡ്, ഇതും ഞാൻ അവരിൽ നിന്ന് കണ്ടിട്ടുള്ള ഒരു പ്രത്യേക ക്വാളിറ്റിയാണ്. അപ്പൊ ഈ 2 ക്വാളിറ്റി നമുക്കൊന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല. നമ്മളൊക്കെ ചില ചൂടാക്കി കഴിഞ്ഞാൽ നമ്മളങ്ങ് ചൂടാക്കി കഴിയും. ഇവർക്കൊന്നും അതുമല്ല. ഇത്രയും നല്ല 4 വ്യക്തികളെയാണ് ഞാൻ ഓർമ്മിക്കുന്നത്. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഫ്രണ്ടിനും വളരെ ആശംസകളുണ്ട്. ഞാൻ ഈ ടിപ്പുസയിലെ ഒരു മെമ്പറല്ല, പല പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. പല പരിപാടികളും നല്ല പരിപാടികളായിരുന്നു. കഴിഞ്ഞ ഇന്നത്തെ പരിപാടിയും അതുപോലെ തന്നെ കഴിഞ്ഞ സംഗമേശ്വരന്റെ ആ പരിപാടികളൊക്കെ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അത് കേൾക്കാനുള്ള ഒരു താല്പര്യം കൊണ്ട് മാത്രം വന്നതാണ്. വളരെ നന്നായി നല്ല ചൂടേറിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നന്നായിരുന്നു. ഇത് വളരെ സംയോജിതമായ ഒരു മീറ്റിംഗ് ആണ് ആയി എന്നെനിക്ക് തോന്നുന്നു. ശ്രീ നമ്പീശന് എന്തുകൊണ്ട് അത് പ്രൊസീഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ഞാൻ നേരത്തെ ചോദിച്ചു. പേഴ്സണലായി ഒരു പേറ്റന്റ് എടുക്കാം, അപ്പൊ അതിന്റെ ചെലവൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് അല്പം കുറവായിരുന്നു തോന്നില്ലേ? ഫൈനാൻസ് എന്താണല്ലേ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആർക്കും കാശ് വാങ്ങാൻ വിചാരിച്ചിരുന്നു. പുതിയ ആളായിട്ട് നമുക്ക് നമ്മുടെ പുതിയ പ്രിൻസിപ്പൽ കൂടെ വന്നിട്ടുള്ള പ്രിൻസിപ്പൽ ഡോക്ടർ ഷാലിജിനെ പ്രത്യേകം നന്ദി പറയുന്നു. ഇനി ഒരാളെ കൂടെ വിനീഷ് വിശ്വത്തെ കൂടെ എനിക്ക് നന്ദി പറയണമെന്നുണ്ട്. വിനീഷ് വിശ്വം എന്ന് പറയുന്ന മനോരമയുടെ ഇതാണ്, റിപ്പോർട്ടർ പ്രതിയാണ്. അദ്ദേഹമാണ് ഈ അത്ഭുത ജീവിയെ, അത്ഭുത ദ്വീപിന്റെ എഴുത്തുകാരനും അത്ഭുത ജീവിയായ നമ്മുടെ നമ്പീശനെ കുറിച്ചുള്ള റൈറ്റപ്പ് വരുത്തിക്കൊണ്ട് നമ്മുടെ ഉള്ളിലെല്ലാം മനസ്സിൽ ഒരിക്കൽ കൂടെ നമുക്കൊരു വികാരം വളർത്തിയെടുത്ത വിനീഷ് വിശ്വത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. മറ്റു നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ നല്ല നല്ല സുഹൃത്തുക്കൾക്കും ടെക്കോസയിലെ എല്ലാ പ്രവാസികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.